കേരളത്തിലും ഇന്ത്യയിലും ഇരുന്ന് ഹമാസ് അനുകൂല പോസ്റ്റുകൾ ഇടുന്നതുപോലെ UAE-യിൽ ഇരുന്ന് അത്ര വേഗം ഇടാമെന്ന് കരുതിയത് ചീറ്റിപ്പോയി. ഇന്ത്യക്കാരെ തൂക്കി അകത്തിട്ട് UAE. എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇട്ടത് ഇറാൻ അനുകൂല പോസ്റ്റുകളാണ്. മറ്റൊരു രാജ്യത്തിരുന്ന് സ്വന്തം രാജ്യത്തിരുന്ന് കുത്തിക്കുറിക്കുന്ന ലാഘവത്തോടെ വ്യാജ വാർത്തകളും പോസ്റ്റും ഇട്ടവരാണ് ഇപ്പോൾ കുടുങ്ങിയത്. 25 പേരെ UAE ഭരണകൂടം അറസ്റ്റ് ചെയ്തതിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ വിവിധ രാജ്യക്കാർ ഉണ്ട് എന്നാണ് സൂചന. ഗൾഫ് രാജ്യങ്ങളെക്കുറിച്ച് കൈവെള്ളയിലെ രേഖകൾ പോലെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് വ്യവസായ പ്രമുഖനായ യൂസഫ് അലി. അദ്ദേഹം ദിവസങ്ങൾക്ക് മുൻപ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിടരുത്, മലയാളികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. അത് ദോഷം ചെയ്യുമെന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി നാട്ടിലുള്ളവരെ ഭയപ്പെടാതിരിക്കുക, അങ്ങനെയൊന്നും ഗൾഫിലില്ല. മലയാള മാധ്യമങ്ങൾ വളരെ ആക്രമണാത്മകമാണ് എന്ന അഭിപ്രായങ്ങൾ ഉയർന്നു. എന്തുകൊണ്ട് അവർ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു. ആവശ്യമില്ലാത്ത ഗോസിപ്പുകൾ, അഭ്യൂഹങ്ങൾ, AI സൃഷ്ടികൾ പ്രചരിപ്പിക്കുകയാണ്. GCC നമുക്ക് അന്നം തരുന്ന രാജ്യങ്ങളാണ്, ഈ രാജ്യങ്ങൾക്ക് ഒന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കണം എന്നായിരുന്നു അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ